ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവാൻ കേട്ടോ. കുറച്ച് ദിവസം വീട്ടിലില്ലാത്തതിൻ്റെ നല്ല പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ പാമ്പും വിരുന്നുകാരൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ നമ്മളിവിടെ ഇല്ലല്ലോ. ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് എക്സാം ഉള്ളത് കൊണ്ട് ഞാൻ 2 ദിവസം ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. 2 ദിവസം എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ട് ആശാൻ എന്ത് ചെയ്തു? ആശ എക്സാം കഴിഞ്ഞിട്ട് അവൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ്സുണ്ട് കോട്ടായിലേക്ക്. അവൻ നേരെ പോയി ഇവിടെ വന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം എനിക്ക് ഞായറാഴ്ചയാണ്, ഫണ്ടും കൂടെ ഉണ്ട്. വെള്ളിയും ശനിയാഴ്ച അവൻ എക്സാം. അപ്പോൾ ഞായറാഴ്ച ഫണ്ടും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ചത്തെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശനിയാഴ്ച എക്സാം കഴിഞ്ഞിട്ട് കുട്ടി നേരെ പോയി. പിന്നെ 2 പിള്ളേരും ഇല്ല. പൊതുവേ ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അവിടെ വേലയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 3-4 ദിവസം അവിടെ നിൽക്കാറാണ് പതിവ്. അതിൻ്റെ മുന്നേ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് മാമൻ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുന്നേ തന്നെ വേലയുടെയും കുറേ മുന്നേ തന്നെ മുണ്ടക്കാവ് വേല ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ അമ്മമ്മ വിചാരിച്ചില്ല. അപ്പോൾ പിന്നെ ഓമാർക്ക് ഇഷ്ടമാണല്ലോ പോയിരിക്കാൻ. ചെറുത് ഞങ്ങളുടെ കൂടെ വന്നില്ല. വലുതിനാണ് എക്സാം. അപ്പോൾ വലുതിൻ്റെ 2 എക്സാം വെള്ളിയും ശനിയായിട്ട് അവൻ ഞങ്ങളുടെ കൂടെ വന്നിട്ട് പിന്നെ എക്സാം കഴിഞ്ഞിട്ട് അവൻ നേരെ സ്കൂളിൽ നിന്ന് പോയി. അപ്പോൾ ഒറ്റയ്ക്കാണ്. ഏട്ടനും 1 ദിവസം 2 ദിവസമായിട്ട് അറിയാമല്ലോ, ശനി ഞായറും ഏട്ടനും വർക്കുണ്ട്. അപ്പോൾ ഏട്ടനും പോയി. ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ചെടികളൊക്കെ കുറേ ദിവസമായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ, അപ്പം നല്ലോണം ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നനയ്ക്കുന്നുണ്ട്. അച്ഛനുണ്ട്. അച്ഛൻ ഇടയ്ക്ക് പോവും വരും. ഓരോ ദിവസം പോവും, പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ വരും. അങ്ങനെയാണ്. അപ്പോൾ ഞാനും അച്ഛനും ഏട്ടൻ തന്നെയുള്ളൂ. ഏട്ടൻ രാത്രി വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച പോവും. ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ 2 ദിവസത്തിനായിട്ടാണ് വെച്ചിരിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്, സാമ്പാർ വയ്ക്കുമ്പോൾ 2 ദിവസത്തിന് ചേർത്ത് വയ്ക്കും. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം നോണൊന്നും വേണ്ട, എന്തായാലും 7 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പോവുമല്ലോ. 2 ദിവസത്തിന് ഇവിടെ നിൽക്കാൻ വന്നാണ്. പിന്നെ അന്നും പെട്ടെന്ന് ഇട്ടിട്ട് പോയിട്ട് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇങ്ങനെ അറിഞ്ഞ ഉടനെ പോയതാണ്. ഉച്ചയ്ക്ക് ഇങ്ങനെ അറിഞ്ഞതും എല്ലാം അവിടെ ഇട്ട് പെറുക്കിയിട്ട് പോയി. തുണികൾ കഴുകിയിടാനും പാത്രം കഴുകാനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ടൊക്കെയാണ് അതൊക്കെ ഒന്ന് ചെയ്ത് നിറച്ചും പണികൾ. വീടൊക്കെ ഒന്ന് ഒതുക്കാനും പെറുക്കാനും. ഇങ്ങനെ ഒരു ദിവസം അടിച്ചു വരാതെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഉറുമ്പ് പൊടിയുക അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം അങ്ങനെ ഉറുമ്പ് പൊടിയൊന്നും ചെയ്തിട്ടില്ല ഇപ്രാവശ്യം. പക്ഷെ പാത്രങ്ങളൊക്കെ അങ്ങനെ സിങ്കിലിട്ടിട്ട് പോയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. വൈകുന്നേരമാണ് കേട്ടോ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട്. ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ ഫുള്ള് വീഡിയോ ആണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. ചോറ് ഞാൻ വെച്ചു, സാമ്പാറും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണം. പച്ചക്കറിയും അതുപോലെ തലേന്ന് ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ തലേന്നായിട്ട് ഏട്ടന് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ കടയിൽ നിന്ന് കുറച്ച് എടുക്കും. ഞാൻ സവാള തക്കാളിയൊക്കെ കടയിൽ നിന്ന് എടുക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, ഏട്ടന് ലീവാണ്, മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് അധികം പച്ചക്കറിയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉണ്ട് ഫ്രിഡ്ജിൽ. അങ്ങനെ എല്ലാം പിന്നെ ഞാൻ സ്റ്റോറേജ് ചെയ്തിട്ടാണ് പോയത്. എങ്കിലും എന്ത് പച്ചക്കറി ആണെങ്കിലും ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കില്ല. എൻ്റെ അങ്ങനെയാണ് കേട്ടോ. ഒരാഴ്ചയിൽ കൂടുതൽ കഴിഞ്ഞാൽ പിന്നെ അതിലിങ്ങനെ വെള്ളം, എത്ര നമ്മൾ ബോക്സിൽ അടച്ചു വെച്ചാലും അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അങ്ങനെ സിറ്റ് ഔട്ടിൽ പോയിരുന്നിട്ട് ആ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. പച്ചക്കറികളൊന്നും വലിയ കേടുപാടുകളൊന്നുമില്ല. പക്ഷേ പയറൊക്കെ ഒരുവിധം നാശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയായല്ലോ, 3-4 ദിവസമായി. 7 ആയിട്ടില്ല കേട്ടോ. ഇന്നേക്ക് 5 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ. ചൊവ്വാഴ്ചയാണ് 7 വരുന്നത്. അപ്പോൾ അതിലും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ആഘോഷിച്ചത്. ഇത്തവണ വെഡ്ഡിങ് ആനിവേഴ്സറിയും അമ്മമ്മയുടെ 7ൻ്റെ അന്നാണ് വരുന്നത്. അത് വല്ലാത്തൊരു സങ്കടമാണോ സന്തോഷമാണോ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ വേലയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വേലയ്ക്ക് പോകാനായിട്ടും ഒരു നൈറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആകെ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഡ്രസ്സ് എടുക്കാറില്ല. എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഒരു നൈറ്റി എടുക്കും, അതാണ് പതിവ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്കും ഒരു നൈറ്റി, വേലയ്ക്ക് പോകുമ്പോഴും ഒരു നൈറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 നൈറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഡ്രസ്സ് എടുത്തു എന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് അടിക്കാനൊക്കെ കൊടുത്ത് ചേച്ചി ഉണ്ടായിരുന്നില്ല. ചേച്ചിയുടെ അടുത്ത് കൊടുക്കുക
എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച എടുത്ത് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ മറന്നു. പിന്നെ ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചല്ലോ. അപ്പം ഞാൻ വേറെ അടുത്തൊരു ചേച്ചിയുടെ അടുത്ത് തന്നെ കൊടുത്ത് ഞങ്ങളൊക്കെ അങ്ങോട്ട് പോയി ഇപ്പോൾ 2 ദിവസം മുന്നേ വന്നിട്ട് ഞാൻ ആ ചേച്ചിയുടെ അടുത്തൊക്കെ കൊടുത്ത് ആ ചേച്ചിയുടെ അടുത്ത് കൊടുത്ത് അടിച്ച് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എന്താണെങ്കിലും ഒരു നെയ്റ്റി മാത്രം ഒരു ഇത് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അത് നമുക്കൊരു സന്തോഷമുള്ളതാണ്. പക്ഷേ ഏഴിൻ്റെ അന്നൊരു സങ്കടം അമ്മമ്മ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം തന്നെയാണ്. എല്ലാ സമയത്തും ഇങ്ങനെ മുണ്ടക്കാവ് വേലയുടെ സമയത്ത് തന്നെയാണ് വെഡിങ് ആനിവേഴ്സറി വരുന്നത്. ആ സമയത്തായിരുന്നു കല്യാണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ വീട് അടച്ചു പൂട്ടിയിട്ടിട്ട് തന്നെയാണ് പോണത്. പക്ഷേ ഗേറ്റും അടച്ചിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഇപ്പോൾ നല്ല ചൂട് കാലമാണല്ലോ. അപ്പോൾ ഇഴജന്തുക്കളൊക്കെ തണുപ്പ് തേടി വരാൻ ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഇതിന് മുന്നേയൊക്കെ കണ്ടിട്ടില്ലേ, കുളിക്കാൻ പോകുമ്പോഴും ക്യാമറ ഓണാക്കി വെച്ച് കയറിയിട്ട് ബാത്റൂമിൽ കുളി കഴിഞ്ഞ് വരുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തില്ല. ഇത്തവണ ഞാനിങ്ങനെ ബാത്റൂമിൽ ഏട്ടൻ രാവിലെ കുളി കഴിഞ്ഞാൽ ബാത്റൂം തുറന്നിടും. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേ അടച്ചിടാറുള്ളൂ. സാധാരണ എപ്പോഴും അങ്ങനെയാണ്. ഇത്തവണയും അതുപോലെ തന്നെയാണ്. ഏട്ടൻ ഇങ്ങനെ തുറന്നിട്ടിട്ട് വന്നു. ഞാനിങ്ങോട്ട് നമുക്കറിയില്ലല്ലോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കയറി ഡ്രസ്സ് ഹാങ് ചെയ്തു. നമ്മൾ കുളി കഴിഞ്ഞിട്ട് മാറ്റാനുള്ള ഡ്രസ്സ് കൊണ്ടുപോകുമല്ലോ, അത് ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി ഹാങ് ചെയ്ത് ലൈറ്റ് ഇട്ട്, ആദ്യം കയറി ഉടനെ ലൈറ്റ് ഇടാണ്ടാണ് കുറേ ഡ്രസ്സ് വെച്ച് തിരിഞ്ഞിട്ട് ലൈറ്റ് ഇട്ടൊരു ഡോർ അടയ്ക്കുമ്പോൾ പട്ടേന്നൊരു സൗണ്ട്. എൻ്റെ അമ്മോ, ഞാനൊരേ നിലവിളി. പാമ്പ് ഏത് ബാത്റൂം ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഞാനിങ്ങനെ അടയ്ക്കാനായിട്ട് ഡോർ ഇങ്ങനെ എടുത്തേ ഉള്ളൂ. അപ്പോഴേക്കും താഴെ ഒറ്റ വീഴ്ച, ബാത്റൂമിൻ്റെ ഡോറിൻ്റെ മുകളിൽ പാമ്പ്. എന്ത് പാമ്പാണെന്നൊന്നും എനിക്കറിയില്ല. വലിയ പാമ്പും അല്ല ചെറുതും അല്ല, ഒരു മീഡിയം. ഞാൻ എൻ്റെ നിലവിളി കേട്ടൊരു പാമ്പ് ഏതിൽ കൂടെ ഓടണമെന്നറിയില്ല. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. എന്നിട്ട് പിന്നെ ആ ഡോറിൻ്റെ ഗ്യാപ്പിൽ കൂടെ പാമ്പ് പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ടാ. ഞാനും വേഗം ഡോറ് തുറന്ന് പുറത്തിറങ്ങി നിലവിളിയൊക്കെ ആയി. അപ്പോഴേക്കും അപ്പുറത്ത് ചേച്ചിയൊക്കെ എന്താണ് പാമ്പ് ആദ്യമായിട്ടാണ് ഇങ്ങനെ, അതായത് തണുപ്പ് തേടി വന്നിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഡോറ് തുറന്നിടാറില്ല കേട്ടോ. ബാത്റൂം അതായത് തണുപ്പാണല്ലോ ബാത്റൂമിൽ. ഇപ്പം ചൂട് സമയമായതുകൊണ്ട് പാമ്പ് ഇങ്ങനെ കയറിയതാണേ. നമ്മൾ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് പറ്റിയ അബദ്ധം പോലെ പറ്റാതിരിക്കട്ടെ. ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കുളിക്കാൻ കയറും, പക്ഷെ അതിൽ തവളയും പല്ലിയൊക്കെ ഉണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ. എല്ലാവരും അവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഡോറ് തുറക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ താഴെ പല്ലി വീഴും, ഇല്ലെങ്കിൽ തവള വീഴും. അപ്പം ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഒരു സൗണ്ട്, ഡോറിങ്ങനെ ഞാൻ അടച്ച ഉടനെ ടബേന്നൊരു സൗണ്ട് കേട്ടേ ഉള്ളൂ. ഞാനും കരുതി തവളയാണെന്ന്. നോക്കുമ്പോണ്ട് പാമ്പ്. എൻ്റെ അമ്മയെ, അന്നത്തെ ആ ഒരു എൻ്റെ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ആകെ ഇതുവരെ അങ്ങനെ ഒരു പാമ്പ് എനിക്ക് പാമ്പ് ഇതുവരെ അടുത്ത് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അത് വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചൂട് കാരണം പാമ്പൊക്കെ വന്നതാ തോന്നണം. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും നല്ലോണം രാത്രി ആയിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ വരാനും നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.